കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് യൂറിയൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ബ്ലഡ് യൂറിയ എന്താണെന്നും നമ്മളുടെ ബ്ലഡിൽ എങ്ങനെയാണ് യൂറിയ വരുന്നത് എന്നുള്ളതും എപ്പോഴൊക്കെയാണ് ബ്ലഡ് യൂറിയ ലെവൽ കൂടി പോകുന്നത്, എപ്പോഴൊക്കെയാണ് ബ്ലഡ് യൂറിയ ലെവൽ കുറഞ്ഞു പോകുന്നത്, ബ്ലഡ് യൂറിയയും ക്രിയാറ്റിനും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം എന്നൊക്കെ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങളൊരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിറം ക്രിയാറ്റിനിൻ്റെ കൂടെ തന്നെ ബ്ലഡ് യൂറിയ, നൈട്രജനും ബ്ലഡ് യൂറിയ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അധികം ആൾക്കാരും സിറം ക്രിയാറ്റിനിൻ്റെ ലെവൽ നോർമലാണോ കൂടിയിട്ടുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. യൂറിയയും നൈട്രജനും ഒക്കെ നമ്മൾ കീടനാശിനികളും ഫെർട്ടിലൈസേഴ്സിലൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അതേ യൂറിയ നമ്മളുടെ ബോഡീൻ്റെ അകത്തും ഉണ്ടാവുന്നുണ്ട്. ക്രിയാറ്റിനെ പോലെ തന്നെയാണ് യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസിന്റെ മെറ്റബോളിസത്തിന്റെ അവസാനം ഉണ്ടാവുന്ന എൻഡ് പ്രൊഡക്ട്സ് ആണ്. പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടിഷ്യൂവിൽ തന്നെ പ്രോട്ടീൻസ് ഉണ്ട്, മസിലിൽ പ്രോട്ടീൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ടിഷ്യൂവിൽ നിന്നും യൂറിയ ഉണ്ടാവുന്നുണ്ട്. ക്രിയാറ്റിൻ ആവട്ടെ നമ്മളുടെ മസിൽ കാറ്റബോളിസത്തിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ്. യൂറിയന്റെയും ക്രിയാറ്റിനിന്റെയും സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. യൂറിയന്റെ സൈസ് 60 ഡാൽട്ടൺസ് ഒക്കെ ഉണ്ട്. അതിന്റെ പകുതി സൈസൊക്കെ ഒരു ക്രിയാറ്റിനിന്റെ മോളിക്യൂൾ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യുന്ന കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിറം യൂറിയ എന്ന് കാണാം. സിറം യൂറിയ എന്ന് പറഞ്ഞാൽ രക്തത്തിലുള്ള യൂറിയ തന്നെയാണ്. പക്ഷെ ചില സ്ഥലത്ത് ചെയ്യുന്ന കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഈ യൂറിയയിൽ എത്ര നൈട്രജൻ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും പ്രത്യേകം എടുത്തു കാണിക്കും. ഇതിനെ നമ്മൾ ബ്ലഡ് യൂറിയ നൈട്രജൻ എന്നാണ് പറയാറ്. ഷോർട്ടാക്കി BUN എന്നും പറയും. ഏകദേശം നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് യൂറിയ അല്ലെങ്കിൽ സിറം യൂറിയ ലെവൽ എത്രയാണോ അതിന്റെ പകുതിൻ്റെ അടുത്തേ ബ്ലഡ് യൂറിയ നൈട്രജൻ ഉണ്ടാവാറുള്ളൂ. ഇനി ബ്ലഡ് യൂറിയ നൈട്രജന്റെ നോർമൽ ലെവൽ എത്രയാണെന്നും കൂടി പറയാം. നോർമൽ ലെവൽ എന്ന് പറയുന്നത് 5 മുതൽ 20 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇനി അത് മില്ലിമോൾസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1.8 മുതൽ 7.1 മില്ലിമോൾസ് യൂറിയ ആണ് 1 ലിറ്ററിൽ. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് വരുന്നതിന്റെ കാരണം ഓരോരുത്തരുടെയും ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോട്ടീൻ മെറ്റബോളിസം അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പോരാത്തതിന് നിങ്ങൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന യൂറിയ എത്രയാണ് യൂറിൻ വഴി പുറത്തേക്ക് പോകുന്നത്, ഇതെല്ലാം നിങ്ങളുടെ യൂറിയന്റെ ലെവലിന് മാറ്റം വരുത്താം. പക്ഷേ ബ്ലഡ് യൂറിയ നൈട്രജൻ എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ഉദാഹരണത്തിന് 30 ആഴ്ച പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡീന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡിന്റെ വോളിയം കൂടുതലായിരിക്കും. അവരുടെ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, അതായത് എത്ര സ്പീഡിലാണോ കിഡ്നി വഴി ഫിൽട്രേഷൻ നടക്കുന്നത് അത് കൂടുതലായിരിക്കും. വളർന്നുകൊണ്ടിരിക്കുന്ന ഫീറ്റസിന്റെ മെറ്റബോളിസം കൂടുതലാണ്. ഇത്രയും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രഗ്നന്റ് ലേഡീന്റെ ബ്ലഡ് യൂറിയ നൈട്രജൻ 5 മുതൽ 7 വരെയൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ അവരുടെ ബ്ലഡ് യൂറിയ നൈട്രജൻ പെട്ടെന്ന് 15 മില്ലിഗ്രാം ഒക്കെയാണ് കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ കിഡ്നി ഫംഗ്ഷനെ അത് ബാധിച്ചിട്ടുണ്ടെന്നാണ്. നേരെ മറിച്ച് നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്, നിങ്ങൾ ഏകദേശം 120 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്. അത് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുത്തിട്ട് ഏകദേശം 120 ഗ്രാംസ് പ്രോട്ടീനൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് യൂറിയ നൈട്രജൻ 20 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ നിൽക്കുന്നത് നോർമലാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ബ്ലഡ് യൂറിയ നൈട്രജന്റെ കാര്യം നോക്കുന്ന സമയത്ത് സിറം ക്രിയാറ്റിനിന്റെ ലെവൽ എത്രയാണോ അതിനെ വെച്ച് കോറിലേറ്റ് ചെയ്യണം. സിറം ക്രിയാറ്റിനിന്റെ ലെവലും ബ്ലഡ് യൂറിയ നൈട്രജന്റെ ലെവലും രണ്ടും കൂടി നോക്കിയാലേ നമുക്ക് എങ്ങനെയാണ് കിഡ്നി ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി ക്രിയാറ്റിനിന്റെ ലെവലാവട്ടെ നിങ്ങളുടെ ശരീരത്തിൽ എത്ര മസിൽ ഉണ്ട്, നിങ്ങളുടെ പ്രായം എത്രയാണ്, നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷന് അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ക്രിയാറ്റിനെ കുറിച്ച് അധികം ആൾക്കാർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഷോർട്ടാക്കി പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി നമ്മളുടെ ശരീരത്തിൽ എങ്ങനെയാണ് യൂറിയ ഉണ്ടാവുന്നതെന്നൊക്കെ പറയാം. നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന 99% യൂറിയ നിർമ്മിക്കുന്നത് ലിവറിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടെന്നുള്ളത് അധികം ആൾക്കാർക്ക് പറയാം. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിലും ഫാറ്റ്സിലും ഒന്നും ഇല്ലാത്ത നൈട്രജൻ പ്രോട്ടീൻ്റെ അകത്തുണ്ട്. ഇതേ പ്രോട്ടീനിൽ നിന്നാണ് യൂറിയ ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ്റെ 90% ഡൈജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ അമിനോ ആസിഡ്സ് ആവും, പെപ്റ്റൈഡ്സ് ആവും. ഇത്തരത്തിലുള്ള അമിനോ ആസിഡ്സും പെപ്റ്റൈഡ്സും ഒക്കെ 90% ചെറുകുടലിൽ നിന്നും വൻകുടലിൽ നിന്നും ബ്ലഡിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന പ്രോട്ടീൻസും അമിനോ ആസിഡ്സ് എല്ലാം പിന്നീട് നേരെ ലിവറിലേക്കാണ് ചെന്നെത്തുന്നത്. ലിവറിലെത്തുന്ന അമിനോ ആസിഡ്സ് ഒക്കെ പിന്നീട് അമിനോ ആസിഡ് മെറ്റബോളിസത്തിലേക്ക് പോകും. ഡീഅമിനേഷൻ, ട്രാൻസാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ റിയാക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെറ്റബോളിക് റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് കൂടുതൽ നൈട്രജൻ ഉണ്ടാവും. ഈ നൈട്രജൻ ആണ് പിന്നീട് യൂറിയ സൈക്കിളിലേക്ക് ചെന്നെത്തുന്നതും യൂറിയ ആയി മാറുന്നതും. പക്ഷേ കംപ്ലീറ്റ് പ്രോട്ടീൻസും ലിവറിൽ എത്തുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ബാക്കി പ്രോട്ടീൻസ് എല്ലാം വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ വൻകുടലിലുള്ള ചില തരത്തിലുള്ള ബാക്ടീരിയ ഈ പ്രോട്ടീൻസിൽ പ്രവർത്തിച്ചു തുടങ്ങും. അതിനെ അമോണിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന അമോണിയം പിന്നീട് ബ്ലഡ് സർക്കുലേഷൻ വഴി തന്നെ ലിവറിലേക്ക് എത്തി ലിവറിൽ നിന്നും വീണ്ടും യൂറിയ ആയി മാറുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള യൂറിയയുടെ ലെവൽ, നിങ്ങൾ എത്ര പ്രോട്ടീൻ കഴിക്കുന്നു, നിങ്ങളുടെ ലിവർ കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സോ
ജിമ്മിൽ പോകുന്നുണ്ട്, കൂടുതൽ മുട്ട കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനെ 1.6 ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയാണ് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ട മാക്സിമം പ്രോട്ടീൻ. നിങ്ങൾക്ക് അതിലും കൂടുതൽ പ്രോട്ടീനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ബ്ലഡ് യൂറിയയും കൂടും. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഇൻറ്റസ്റ്റൈനിൽ എവിടെയെങ്കിലും ബ്ലീഡിങ് നടക്കുന്നുണ്ടെങ്കിൽ, രക്തസ്രാവം നടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ബ്ലഡ് യൂറിയ കൂടിക്കൊണ്ടിരിക്കും. ബ്ലഡ് യൂറിയ കൂടുന്നതിനനുസരിച്ച് തന്നെ ബ്ലഡ് യൂറിയ നൈട്രജനും കൂടും. ഇനി മറ്റൊരു കണക്കും കൂടി പറയാം. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ 15 ഗ്രാം പെർ ഡെസിലിറ്റർ ആണെന്ന് വിചാരിക്കുക. അവരുടെ രക്തത്തിലുള്ള പ്രോട്ടീൻ്റെ അളവ് 7.5 ഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിൽ ഇവരുടെ 1/2 ലിറ്റർ അല്ലെങ്കിൽ 500 ml ബ്ലഡിൽ 100 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. രക്തത്തിലുള്ള ബ്ലഡ് യൂറിയ കൂടുന്ന മറ്റു ചില കണ്ടീഷൻസ് നിങ്ങൾക്ക് പനി വരുന്ന സമയത്ത്, ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്താണ്. ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന സമയത്തും നിങ്ങളുടെ ബ്ലഡ് യൂറിയ കൂടാം. ഉദാഹരണത്തിന് ടെട്രാസൈക്ലിൻ, ഡോക്സിസൈക്ലിൻ എന്നൊക്കെ പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകളാണ്. ഇനി എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ രക്തം പരിശോധിച്ചിട്ട് ബ്ലഡ് യൂറിയ നൈട്രജൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതെന്ന് പറയാം. മെയിനായിട്ടും പ്രധാനമായിട്ടും കണ്ടുവരുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് യൂറിയൻ്റെ അളവും കുറഞ്ഞിട്ടുണ്ടാവും. അധികം ആൾക്കാരുടെയും ബ്ലഡ് യൂറിയ കുറവ് തന്നെയായിരിക്കും. കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. പ്രോട്ടീൻ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ആനിമൽ ഫുഡിൽ നിന്നും കിട്ടണം. ആനിമൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ആവാം, മീറ്റ് ആവാം, ബീഫ് ആവാം, മട്ടൺ ആവാം, എഗ് ആവാം, മിൽക്ക് ആവാം, ഡയറി പ്രൊഡക്ട്സ്. വെജിറ്റേറിയൻ സോഴ്സസ് ഓഫ് പ്രോട്ടീനും ഉണ്ട്, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. മാൽ ന്യൂട്രീഷൻ്റെ സമയത്തും ബ്ലഡ് യൂറിയ കുറയാം. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആവശ്യമുള്ള പോഷകാഹാരങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും. അതിൻ്റെ സമയത്തും ബ്ലഡ് യൂറിയ കുറയാം. സ്റ്റാർവേഷൻ്റെ സമയത്ത് കുറയാം. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്നതാണ്. ഇത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ല. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാരണം ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. ഉദാഹരണത്തിന് ഫാറ്റി ലിവർ ഡിസീസ്, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഡാമേജസ്, ഇങ്ങനത്തെ പല കണ്ടീഷൻസിലും ലിവർ കൃത്യമായിട്ടും വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ യൂറിയ ഉണ്ടാവുന്നത് കുറയും. അതും അല്ലെങ്കിൽ ചിലപ്പം ഇൻഹെറിറ്റഡ് ആയിട്ട്, ജനറ്റിക് ആയിട്ട് ഉണ്ടാവാം. യൂറിയ സൈക്കിൾ നടക്കണമെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള എൻസൈംസ് വേണം. ആ എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങളുടെ ബോഡിയിലുണ്ടെങ്കിൽ അതിനെ കൊണ്ടും യൂറിയ ഉണ്ടാവുന്നതിൻ്റെ അളവ് കുറയാം. നിങ്ങളൊരു അഡൽട്ടാണ്, നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് ഏകദേശം 70 ഗ്രാംസ് ഒക്കെ ആണെങ്കിൽ, 70 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദിവസം ഉണ്ടാവുന്ന യൂറിയൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 12 ഗ്രാം ആയിരിക്കും. ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടാവുന്ന യൂറിയ കംപ്ലീറ്റ് ആയിട്ടും ശരീരത്തിലുള്ള വെള്ളത്തിൽ, ടോട്ടൽ ബോഡി വാട്ടറിലാണ് അലിഞ്ഞു ചേരുന്നതും. യൂറിയ കൂടുതലായിട്ടും റീസൈക്കിൾ ചെയ്യും. ബാക്കിയുള്ളത് കിഡ്നി വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, യൂറിൻ വഴി. വളരെ ചെറിയൊരു എമൗണ്ട്, 1/2 ഗ്രാമിൻ്റെ താഴെ മാത്രമാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് അല്ലെങ്കിൽ മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നത്. ചില യൂറിയ ലങ്സ് വഴി പുറത്തേക്ക് പോകാം, സ്കിന്നിലൂടെ പുറത്തേക്ക് പോകാം. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വിയർക്കുന്ന സമയത്തും ആ വിയർപ്പിലൂടെ, ആ സ്വെറ്റിങ്ങിലൂടെ പോലും യൂറിയ പുറത്തേക്ക് നമ്മളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. ഏകദേശം 12 ഗ്രാം പുതിയ യൂറിയ ഒരു ദിവസം ഉണ്ടാവുന്നതിൽ 10 ഗ്രാമിൻ്റെ അടുത്ത് തന്നെ കിഡ്നി വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ കഴിഞ്ഞ് ഓരോരോ നെഫ്രോണിലൂടെയും ഈ യൂറിയനെ പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്നീനെ ബാധിക്കുന്ന എന്തൊരു അസുഖത്തിലും യൂറിയൻ്റെ അളവിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണാം. യൂറിനിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, കിഡ്നി ഡാമേജസ്, അത് പ്രമേഹം കാരണമാവാം, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ കാരണമാവാം, അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസസ് ആവാം. പലതരത്തിലുള്ള കിഡ്നി ഡിസീസസിലും യൂറിയൻ്റെ ലെവലിൽ നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബ്ലഡ് യൂറിയ ലെവൽ കൂടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് ചെയ്തിട്ട് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീൻ്റെ അളവുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം. പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാരണം ബ്ലഡ് യൂറിയ ലെവൽ കൂടാം. പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പേ എപ്പോഴെങ്കിലും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അന്നും കൂടിയിട്ടുണ്ട്, അതിനുശേഷം ഇപ്പം നോക്കുമ്പോൾ അത് വീണ്ടും കൂടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിൽ നിന്നും പെട്ടെന്ന് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് സിറം ക്രിയാറ്റിനിൻ്റെ കാര്യമാവാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് യൂറിയ നൈട്രജൻ്റെ കാര്യമാവാം. ഉദാഹരണത്തിന് ബ്ലഡ് യൂറിയ പെട്ടെന്ന് 8 നിന്നും 16 ഡബിളായി, അല്ലെങ്കിൽ നിങ്ങളുടെ സിറം ക്രിയാറ്റിനിൻ 0.6 ആയിരുന്നു, അത് പെട്ടെന്ന് 1.2 ആയി. ഇങ്ങനെ ഡബിളിംഗ് പെട്ടെന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോർമൽ റേഞ്ചിൽ തന്നെയാണ്. സിറം ക്രിയാറ്റിനിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1.2ൻ്റെ താഴെയൊക്കെയാണ്. ബ്ലഡ് യൂറിയം നോർമൽ റേഞ്ചിൽ തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് ചെയ്ത ടെസ്റ്റിൽ നിന്നും പെട്ടെന്ന് ഡബിളിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ഏകദേശം 50% കുറഞ്ഞിട്ടുണ്ടെന്നാണ്. അതായത് കിഡ്നീൻ്റെ ഫംഗ്ഷനെ സാരമായി ബാധിക്കുന്ന എന്തൊരു കണ്ടീഷൻ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ മറ്റു ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. ബ്ലഡ് യൂറിയ നൈട്രജനും സിറം ക്രിയാറ്റിനും ഒക്കെ കിഡ്നി ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ ഉള്ള നല്ല സ്ക്രീനിങ് ടെസ്റ്റുകളാണ്. കിഡ്നി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടെസ്റ്റാണ് GFR അല്ലെങ്കിൽ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ബ്ലഡ് യൂറിയ നൈട്രജനും ബ്ലഡ് യൂറിയും സിറം ക്രിയാറ്റിനും GFR പോലെയല്ല. ഫിൽട്രേഷൻ ഏകദേശം 50% കുറഞ്ഞാലും ഈ ബ്ലഡ് യൂറിയൻ്റെയും സിറം ക്രിയാറ്റിനിൻ്റെയും ലെവലൊക്കെ നോർമൽ ലെവലിൽ തന്നെ കാണാം. അപ്പോൾ നമ്മൾ ഒരൊറ്റ വാല്യൂ മാത്രം നോക്കിയിട്ടല്ല, യൂറിയൻ്റെ ലെവലോ അല്ലെങ്കിൽ നൈട്രജൻ്റെ ലെവലോ മാത്രം നോക്കിയിട്ടല്ല
കിഡ്നി ഫംഗ്ഷൻ ഇമ്പയർഡ് ആണോ അല്ലേ എന്നുള്ളത് പറയുന്നത്. ഇനി നിങ്ങളുടെ ബ്ലഡ് യൂറിയൻ്റെ ലെവൽ ഏകദേശം നോർമൽ വാല്യൂവിൻ്റെ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 20ൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സിറം ക്രിയാറ്റിനിൻ്റെ വാല്യൂം വെച്ചിട്ട് നോക്കണം, കമ്പയർ ചെയ്യണം. അല്ലെങ്കിൽ മുമ്പത്തെ നിങ്ങൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്യണം. ഇതൊക്കെ നോക്കിയിട്ടേ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തുടങ്ങുന്ന സമയത്ത്, ഏർലി കിഡ്നി ഡിസീസസിൻ്റെ സമയത്ത് ബ്ലഡ് യൂറിയ നൈട്രജനും ബ്ലഡ് യൂറിയ സിറം ക്രിയാറ്റിനൊന്നും അത്ര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളല്ല. പക്ഷേ കിഡ്നി ഡിസീസസ് തുടങ്ങി, നിങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ എങ്ങനെയുണ്ടെന്ന് മോണിറ്റർ ചെയ്യാൻ സിറം ക്രിയാറ്റിനും ബ്ലഡ് യൂറിയ നൈട്രജനൊക്കെ നല്ല ടെസ്റ്റുകളാണ്. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കിഡ്നി ഡിസീസിൻ്റെ സ്റ്റേജിൽ ചെറിയ കിഡ്നി ഫംഗ്ഷനിലെ ചേഞ്ചസ് പോലും ബ്ലഡ് യൂറിയ ലെവലിലും ബ്ലഡ് യൂറിയ നൈട്രജൻ്റെ ലെവലിലും ക്രിയാറ്റിനിൻ്റെ ലെവലിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തും. നമുക്ക് ആ മാറ്റങ്ങൾ നോക്കിയിട്ട് തന്നെ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ഏകദേശം അതേപോലെ തന്നെയാണോ നിൽക്കുന്നത് അതോ വീണ്ടും താഴേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഡിസീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് യൂറിയ ലെവലും ബ്ലഡ് യൂറിയ നൈട്രജൻ നോക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് സിറം ക്രിയാറ്റിനിൻ ലെവൽ നോക്കുന്നതാണ്. സിറം ക്രിയാറ്റിനിൻ്റെ ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ കിഡ്നി ഡിസീസസിൻ്റെ സ്റ്റേജസ് പോലും ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള കാരണം എന്ന് പറയുന്നത് ബ്ലഡ് യൂറിയൻ്റെ ലെവൽ നമ്മൾ ഓരോ പ്രാവശ്യം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് പോലും മാറ്റം വരാം, ഫിസിയോളജിക്കൽ ചേഞ്ചസിനനുസരിച്ച് മാറ്റം വരാം. ക്രിയാറ്റിനിൽ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുന്നത് കുറവാണ്. അപ്പോൾ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബ്ലഡ് യൂറിയ ലെവൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അത് വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇതിനു മുമ്പേ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്ത ബ്ലഡ് ടെസ്റ്റിൽ ക്രിയാറ്റിനിൻ്റെ ലെവലും ബ്ലഡ് യൂറിയം രണ്ടും നോക്കിയാൽ മാത്രമേ നമുക്ക് കിഡ്നി ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റിംഗിലാവണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കിഡ്നി ഫംഗ്ഷൻ്റെ കൂടെ ചിലപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. യൂറിൻ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് കിഡ്നി ഫംഗ്ഷൻ നോക്കുന്ന മറ്റൊരു മികച്ച ടെസ്റ്റാണ്. കിഡ്നി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ എവിടുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ലാബിൽ നിന്നും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. NABL അംഗീകാരമുള്ള ലാബോ അല്ലെങ്കിൽ NABH അംഗീകാരമുള്ള ഹോസ്പിറ്റലിനോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എല്ലാ പ്രാവശ്യവും ഒരേ ലാബിൽ തന്നെ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്ലഡ് യൂറിയ ലെവലിലോ സിറം ക്രിയാറ്റിൻ ലെവലിലോ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു നല്ല നെഫ്രോളജിസ്റ്റിനെ കാണുന്ന കാര്യം കൺസിഡർ ചെയ്യുക. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോയി ബുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ഓൺലൈനായിട്ടും നിങ്ങൾക്ക് നെഫ്രോളജിസ്റ്റിനെ കാണാം. അതിനുവേണ്ടി ഡോഫൂഡി പോലത്തെ ആപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ ഈ അടുത്ത കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം എത്രയാണ്, നിങ്ങളുടെ ബ്ലഡ് യൂറിയ ലെവൽ എത്രയായിരുന്നു, നിങ്ങളുടെ സിറം ക്രിയാറ്റിനിൻ ലെവൽ എത്രയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കിഡ്നിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ക്രിയാറ്റിനിൻ എന്താണ്, കിഡ്നി ഫംഗ്ഷൻ എന്താണ്, കിഡ്നി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന വീഡിയോസ് എല്ലാം ഒരൊറ്റ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ട്. സമയം കിട്ടുമ്പോൾ ആ വീഡിയോസ് ഒക്കെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ടേക്ക് കെയർ. ബൈ.